പക്ഷേ നമ്മൾ ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അടുത്ത ഒരു 8-9 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്കെല്ലാം അറിയാം അത് വലിയ വോട്ടുകളുടെയും അതുപോലെ തന്നെ സീറ്റുകളുടെയും കുറവാണ് യോഗി ആദിത്യനാഥിന് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ അവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചോളം 50 സീറ്റിൽ താഴെ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 111 സീറ്റായി കൂടുകയുമാണ് ചെയ്തത്. പക്ഷേ അവർക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെയൊക്കെ വോട്ട് ഷെയർ കുറഞ്ഞു, 2.93%, 3% താഴെയായി കുറഞ്ഞു. പക്ഷേ ഇത്തവണ അവിടെ BJPക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാം. പശ്ചാത്തലം എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന വലിയ തിരിച്ചടിയാണ്. അതിനെക്കുറിച്ച് ഇതേവരെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമിത്ഷായോ ഒന്നും ഒരു വരി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈവൻ ഭക്തരായിട്ടുള്ള ആളുകളുടെ അകത്തുനിന്ന് പോലും ഇതെന്താണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന വലിയ അമർഷമുണ്ട്. പൊതുവേ പുറത്തേക്ക് ഇപ്പോൾ നാമജപ ഘോഷയാത്രയൊന്നും വന്നിട്ടില്ലെങ്കിൽ വലിയ അമർഷമുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ UP തെരഞ്ഞെടുപ്പ് ഇവരെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയം. ആ UP തെരഞ്ഞെടുപ്പ് ബാധിച്ച അത് ഓൾ ഇന്ത്യ ലെവലിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഭാഷ എന്നെ നോക്കിക്കാണുന്നത്? ഞാൻ കാണുന്നതേ കേരളത്തിലെ ശബരിമല കൊള്ള അല്ലെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസമില്ലെങ്കിൽ പോലും വിശ്വാസം എന്ന് പറയുന്നത് വളരെ ദൃഢമാണ്. ഒരു വിശ്വാസിയെ ശരിക്കും അയാൾ വിശ്വാസിയാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ പരിശോധനകളൊക്കെ നടത്തിയാൽ പല ഘട്ടങ്ങളിലും വിശ്വാസിയുടെ സ്വഭാവമൊന്നും അദ്ദേഹം കാണിക്കാറില്ല. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രതീകമായി ഈ ആളുകളിലെല്ലാം വളരെ ശക്തമാണ്. അതുകൊണ്ട് സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന മുദ്രാവാക്യം വളരെ ശക്തമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ പ്രബലമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു സ്വാധീനിച്ചു. അങ്ങനെയാണ് CPM അധികാരത്തിൽ നിന്ന് തെറിച്ചു പോകുന്നത്. പല കാരണങ്ങൾ വേറെയും ഉണ്ട്. ഒരു കാരണം ഇതുകൂടിയാണ്. ഒരു കാരണം ഇതാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാരണവുമാണ്. കാരണം അതങ്ങനെ അതിന് പരിഹാരമില്ലായിരുന്നു. അതാണ് പ്രശ്നം. ഇപ്പോൾ BJP യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ നേരിടുന്നത് കേരളത്തിൽ CPM നേരിട്ട അതേ പൊസിഷനാണ് ആകും. ഇപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയാനൊന്നും പറ്റില്ല. ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കൽ മാത്രമല്ല, അല്ലാതെ അവരുടെ മനസ്സിലൊരു പ്രതിഷേധം ഉണ്ടാകും. കേരളത്തിലും തെരുവിലിറങ്ങി കാര്യമായ പ്രതിഷേധം ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. യുവതീ പ്രവേശ ഘട്ടത്തിൽ മാത്രമാണ് കേരളത്തിൽ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം ഉണ്ടായത്. സ്വർണ്ണക്കൊള്ളക്കെതിരെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഓരോരുത്തരുടെ മനസ്സിൽ പ്രതിഷേധത്തിൻ്റെ കടലിരമ്പം ഉണ്ടായിരുന്നു. അത് ഈ ഉത്തർപ്രദേശിലെ കാര്യത്തിലുണ്ടാകും. ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിശ്വ ഹിന്ദു പരിഷത്ത് നേരിട്ട് ഇടപെട്ട് കൊള്ള നടത്തിയതിന് സമാനമായാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇനി അവരെത്ര പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ചമ്പത്രായെ ഇപ്പോൾ അവർ സംരക്ഷിക്കുമ്പോൾ കള്ളന് കഞ്ഞി വെക്കുന്ന കാഴ്ചപ്പാടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് എല്ലാവരും ഉറച്ച് വിശ്വസിക്കും എന്നുള്ളതാണ്. അയാൾ എന്തിനാ ഇവർ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്? അയാൾ അതിൻ്റെ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. അയാൾ ഇരിക്കുന്ന സമയത്താണ് ആളുകൾ പൂണൂലിട്ട പൂജാരികൾ കാശിങ്ങനെ വാങ്ങി പുറകെ പിടിക്കുന്നതിന് പടം കണ്ടില്ലേ? അതെ. അത് പൂജാരിനെ നേരിട്ട് കട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന പോലെ എല്ലാ മനുഷ്യരും കാണുന്നുണ്ട്, സാധാരണക്കാരും കാണുന്നുണ്ട്. കാരണം ടെലിവിഷനും മൊബൈൽ ഫോണൊക്കെ വ്യാപകമാണ്. അത് എല്ലാവരും കാണുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പിന്നീട് ആ പൂജാരിയിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ പൂജാരി സംവിധാനം ചെയ്യുന്നതായിട്ടുള്ള വിശ്വാസ സംവിധാനത്തിനോട് എങ്ങനെ അവർക്ക് കൂറു പുലർത്താനായിട്ട് പറ്റില്ലെന്നാണ് എനിക്ക്. നല്ല വിശ്വാസികളാണ്, ശക്തമായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ അവർ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കില്ല. പക്ഷേ ഞാൻ മാഷ് പറഞ്ഞൊരു ആംഗിളിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തമായൊരു കാര്യം ചോദിക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ
ശബരിമല കൊള്ള സ്വാഭാവികമായിട്ടും CPM-നെ അത് ബാധിക്കും. പക്ഷേ CPM-നെ അത് ഒരു ഇലക്ഷനിൽ ബാധിച്ചേക്കാം എന്നുള്ളതല്ലാതെ അടുത്ത ഇലക്ഷനിൽ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ CPM-ൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ ഒരു മുൻ MLA അതിനകത്ത് പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഒരു ആശയപരമായിട്ടുള്ള ഒരു ആഘാതം അത് യഥാർത്ഥത്തിൽ CPM-നെ ഏൽപ്പിക്കുന്നത് കുറച്ചുകൂടി കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ബി ജെ പിയുടെ പക്ഷേ അങ്ങനെയല്ല. കാരണം 1980-കൾക്ക് ശേഷം BJP-യുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ രാമനാണ് പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസമാണ്, അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു, UP-യിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കും എന്ന് പറയാം, അല്ലെങ്കിൽ തോറ്റാൽ ഇനി ചിലപ്പോൾ നമുക്കറിയില്ല ജയിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ അവർ ആഘാതം ഉണ്ടാക്കുന്നതിനും അപ്പുറത്തേക്ക് ഇത് BJP-യെ വല്ലാതെ ഉലക്കില്ലേ. കാരണം BJP-യെ സംബന്ധിച്ച് ഈ മതപരമായ വിശ്വാസം, അതുപോലെ എന്ന് പറയുന്ന ഒരു ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ദൈവമാക്കി ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഒരു ദൈവമാക്കി മാറ്റാനുള്ള ശ്രമം, ഇത്തരത്തിൽ പടുത്തുയർത്തിക്കൊണ്ടാണ് നമുക്കറിയാം ഈ പറയുന്ന ആദ്യം 88 സീറ്റുകളും പിന്നീട് ഈ 200 സീറ്റുകളിലടുത്തും പിന്നെ 303 സീറ്റുകളിലേക്കൊക്കെ BJP എത്തിയിട്ടുള്ളത്. 282 സീറ്റും പിന്നെ 303 സീറ്റുകളും. പക്ഷെ ആ ഒരു ബേസ് പൊളിറ്റിക്സ്, അതായത് അവരുടെ ഒരു ബേസിക് ഐഡിയോളജിക്ക് തന്നെ വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുമോ എന്നുള്ളതാണ്. ഇപ്പം അത്ര വലിയ പ്രചരണമായി മാധ്യമങ്ങൾ മാറ്റിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇതറിയുന്ന ഓരോ ഭക്തന്റെ ഉള്ളിലും ഇവർ ഞങ്ങളെ പറ്റിക്കായിരുന്നു ഇത്രയും കാലം, ഇവർക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു, ഇതിൻ്റെ പുറകിൽ ഈ ക്ഷേത്രം പണിത് മോശമാണ് കാരണം അത് ചോർന്നൊലിക്കുകയാണ്, കൂടാതെ അവിടെ നിന്ന് കോടികൾ കട്ടുകൊണ്ടിരുന്നത് കണ്ടിട്ടും ഇവർ മിണ്ടാതിരിക്കുകയാണ്, ഇപ്പം പോലും അവരതിനെ സംരക്ഷിക്കുകയാണെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയ കാര്യമായിട്ട് ബാധിക്കും എന്നാണോ മാഷ് വിചാരിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ ബാധിക്കും, അതോ ഇതൊരു ലോങ് ടൈമിലേക്ക് തന്നെ BJP പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും? കാരണം BJP അധികാരത്തിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയും അയോധ്യയുടെ രാമക്ഷേത്രത്തിന്റെ വിജയവും അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഘോരമായിട്ടുള്ള വിളികളും മുറവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസം, അതായത് BJP-ക്കാർ ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന ഒരു കാര്യമായി ഇത് മാറില്ലേ എന്നുള്ളതാണ് മാഷിന്റെ ചോദ്യം. അത് ശരിയാണ്. അതങ്ങനെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം CPM എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് അവിശ്വാസികളാണ് എന്നാണ് പൊതുവെ വിശ്വാസം. പക്ഷെ നമുക്കറിയാം അതിൽ ബഹുഭൂരിപക്ഷ ആളുകളും വിശ്വാസികൾ തന്നെയാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ പുറത്തല്ല അവരുടെ അധികാരം കെട്ടിപ്പൊക്കുന്നത്. വിശ്വാസമായിട്ട് തന്നെ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് സ്ത്രീ പ്രവേശനത്തെ അവർ സ്ത്രീ സമത്വത്തിൻ്റെ തലത്തിൽ അംഗീകരിക്കാനും മുന്നോട്ട് പോകാനും ശ്രമിച്ചത്. പിന്നീടാണ് അവർക്ക് ഭയപ്പാടുണ്ടാകുകയും അവരവരുടെ പ്രത്യയശാസ്ത്ര പൊസിഷനിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. അതാണ് അവർക്ക് സംഭവിച്ച ദുരന്തം. BJP-യുടെ സ്ഥിതി അതല്ല. BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് രാമൻ. BJP കൃത്യമായിട്ട് അറിയാം ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് പൊളിഞ്ഞു പോകുന്നത്. കാരണം രാമജന്മഭൂമിയും അതുമായി ബന്ധപ്പെട്ട് BJP ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്ന സമരവുമാണ് BJP-യെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും BJP-ക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പം അത്ര സമഗ്രമായിട്ടുള്ള രീതിയിൽ അവരുടെ അധികാര അടിത്തറ കെട്ടിപ്പൊക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു പ്രത്യയശാസ്ത്ര വിചാരമാണ് രാമവിചാരം എന്ന് പറയുന്നത്. ആ രാമവിചാരത്തിലാണ് അവർ കളങ്കം ചാർത്തിയിരിക്കുന്നത്. അവരാണ്, വേറെ ആരുമല്ല. ഇത് ക്രിസ്ത്യാനികളിലോ മുസ്ലിങ്ങളിലോ കമ്മ്യൂണിസ്റ്റുകളിലോ ആരോപിക്കാനായിട്ട് പറ്റില്ല. സംഘപരിവാർ തന്നെയാണ് എന്ന് അവരുടെ തന്നെ CCTV ക്യാമറകളെല്ലാം ജനങ്ങളെ കാണിച്ചു കഴിഞ്ഞു. പൂജാരിയാണ് കളവ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യക്തമായിട്ടുള്ള തെളിവായി ജനങ്ങളുടെ മുന്നിൽ, ശിക്ഷയൊക്കെ മറ്റൊരു കാര്യമാണ്, ഇവർക്കൊന്നും ചിലപ്പോൾ ശിക്ഷ ഇടണമെന്നില്ല. പക്ഷെ ഇവരാണ് കട്ടത് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു ഇന്ത്യ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അതവർക്ക് ക്ഷീണമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. എന്തുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJP ക്ഷീണിച്ചു പോയി? എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 1 ലക്ഷത്തിലേക്ക് താഴ്ന്നു എന്നുള്ളത് അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ BJP തോറ്റു. ഇതൊക്കെ BJP ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും യഥാർത്ഥത്തിൽ BJPക്ക് പരിക്കുണ്ടായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാണ്, രാഷ്ട്രീയ പരാജയങ്ങളായിരുന്നു. ഇപ്പോൾ പക്ഷെ സംഭവിക്കുന്നത് രാഷ്ട്രീയ പരാജയമല്ല, യഥാർത്ഥത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ ദ്രവിച്ചു പോയിരിക്കുന്നു. അതാണ് സംഭവം. അതുകൊണ്ട് അവർക്ക് മേലാൽ
അവരുടെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതായിട്ടുള്ള അപകടം ചെറുതായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. RSS പോലും അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാതെ വല്ലാതെ കുഴയുന്ന ഒരവസ്ഥയിലായിരുന്നു RSS. കുറ്റവാളികളെ ശിക്ഷിക്കുക എന്ന് മാത്രമേ അവർക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കുറ്റവാളികളെ രക്ഷിക്കണമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുവരെയാണ് പറഞ്ഞത്. CPM ചോദിച്ചാലും പറയും കുറ്റവാളിയെ ശിക്ഷിക്കണം എന്ന് പറയും. കോൺഗ്രസിന് ചോദിച്ചാലും പറയും കുറ്റവാളിയെ ശിക്ഷിക്കണം എന്ന് പറയും. ഈ കുറ്റവാളി ഇവർ തന്നെയായി വരുമ്പോൾ അതെങ്ങനെ ജനങ്ങൾ കണക്കാക്കും എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. വേണമെങ്കിൽ അവർക്ക് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷനായിരുന്ന അദ്ദേഹത്തെ പുറത്താക്കാമായിരുന്നു, അയാൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കാമായിരുന്നു. അന്നവർ ചെയ്യാൻ പറ്റില്ല. കാരണം അയാളെ ശിക്ഷിച്ചാൽ പിന്നെ അയാളെ തൊട്ട് നിൽക്കുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളും പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അത് ഈ സംവിധാനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറിത്തരാനുള്ള സാധ്യത. അതുകൊണ്ടാണ് അവർ ഒഴിവായെന്നാണ് ഞാൻ മനസ്സിലായത്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, പക്ഷേ ഇത് ഞാൻ വിചാരിക്കുന്നത് ഒരു നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടി BJPക്ക് ഒരു പക്ഷേ ഇത് ഫ്യൂച്ചറിലേക്ക് പെട്ടെന്നല്ല ഉണ്ടാക്കിയേക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അവരുടെ പ്രൊപ്പഗാണ്ടയ്ക്ക് വേണ്ടി അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള നിരവധി ടൂളുകളുണ്ട്. അതിലൊന്നായിരുന്നു യഥാർത്ഥത്തിൽ രാമൻ, രണ്ടാമത്തേത് അയോധ്യ ക്ഷേത്രമായിരുന്നു, മൂന്നാമത്തേത് ജയ് ശ്രീരാം വിളികളായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും തന്നെ ദ്രവിച്ചു പോകാൻ തക്ക അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ആശയത്തിന് തന്നെ വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇതിൽ വേറെ ആരെക്കൂടും കുറ്റം പറയാനില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തടി തപ്പാനായിട്ടൊരു ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ പോലും പറയാറില്ല. ഇപ്പോൾ മണിപ്പൂരിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പ്രശ്നമാണെന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യവും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അത് തകർന്നു പോയിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും പ്രതിപക്ഷം അത് ഉപയോഗപ്പെടുത്തുന്നതിലോ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഇത് ഉന്നയിച്ചിരിക്കുന്നതിലോ ഒക്കെ വലിയ നേട്ടമുണ്ടാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെ നേട്ടമുണ്ടാക്കാതെ തന്നെ 2024 മോദി ബ്രാൻഡിന് വലിയ ഇടിവ് പറ്റി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 60ഓളം സീറ്റുകൾ കുറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തവണത്തെ ഒരു ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്നത് BJPയുടെ 2024 തുടങ്ങിയിട്ടുള്ള ഒരു ഡൗൺഫോളിന് കുറച്ചുകൂടി ഫാസ്റ്റൻ ചെയ്യും. കാരണം ഇപ്പോൾ കേരളത്തിലടക്കം അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലടക്കമുള്ള ആളുകൾ ഇത് കാണുമ്പോൾ ഇവർക്കൊരു യഥാർത്ഥ വിശ്വാസികളെ അല്ല, ഇവർ മതവും ഈ പറയുന്ന രാഷ്ട്രീയവും ഒക്കെ കലർത്തിക്കൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചവരാണെന്നുള്ളതാണ് മാഷ് പറയുന്ന പോലെ ഓരോ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത്. അതായത് പൂജാരി ഇത് കട്ടോട്ട് പോകുന്നു, ഒരു ഓട്ടോറിക്ഷക്കാരൻ 50 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് അളിയൻ്റെ പേരിൽ മേടിച്ചിട്ടുള്ള മാരുതി ബ്രിസ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള പണം കൊണ്ട് മാത്രമാണ് അത് ഈ ഏജൻസി ഏറ്റെടുക്കുന്നു, CBI വരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു BJP ഞാൻ വിചാരിക്കുന്നത് BJP ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിരിക്കുമെന്നാണ്. അല്ല, BJP നേരിട്ടതിൽ ഏറ്റവും വലിയ പരീക്ഷണമാണത്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഇവരുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് രാമനായിരുന്നു. ആ രാമനെ തച്ച് തകർക്കുകയോ ടോർപ്പിഡോ ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തി അവരെത്തപ്പെട്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തിന്, ആ രാഷ്ട്രീയത്തെ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തല്ലിപ്പൊളിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ CPM നേരത്തെ ഈ അഴിമതിയില്ലാത്തൊരു പാർട്ടി എന്ന് പറയുന്ന പേരുണ്ടാക്കി. അതാണ് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും ഊർജ്ജവും അതായിരുന്നു, ധാർമ്മികത. അത് തകർന്നപ്പോഴാണ് അവർ ശരിക്കും തളർന്നു പോയത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചാൽ പോലും ഇനി ഇവർക്ക് രാമൻ്റെ ശബ്ദം അല്ലെങ്കിൽ എന്താണ് ശ്രീരാമനെ വിളിച്ചുകൊണ്ടുള്ള ഒരു ആവേശം അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ബംഗാളിലൊക്കെ മാഷ് പറഞ്ഞ പോലെ മമതയെ വീഴ്ത്തിയ ജയ് ശ്രീറാം വിളികളാണ്. ഇനിയിപ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുന്നത് ഇതുകൂടി ആയിരിക്കും എന്നുള്ളതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം.